എന്താ ഡോക്ടർ, രണ്ടുപേരും തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കോംപ്രമൈസ് ആയോ? ഉവ്വ്, അധികം ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ കാര്യങ്ങൾക്കൊരു തീർപ്പായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അജ്ഞാതവാസം അവസാനിപ്പിക്കാൻ തോന്നുന്നു, അല്ലേ പോ? അജ്ഞാതവാസം അവസാനിപ്പിക്കാം, പക്ഷേ ഒളിവിൽ പോയ പ്രതികൾക്ക് നാട്ടിൽ ചെല്ലുമ്പോഴുള്ള സ്വീകരണം ആലോചിക്കുമ്പോഴാ, അല്ലേ മാളു? ആ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. പ്രതികൾക്കുള്ള സ്വീകരണം വലിയ കടുപ്പത്തിലാകാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? ഡോക്ടർ, ഡേസിയന്റെ വിളിച്ച് കാര്യം പറയണ്ടേ? വേണ്ട, മമ്മിക്ക് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോ സർപ്രൈസ് കൊണ്ട് എല്ലാവരും ഞെട്ടിക്കാനാണ് ഡോക്ടറുടെ ഉദ്ദേശം. അതൊരു നല്ല കാര്യമല്ലേ അപ്പു, അല്ലേ മാളു? അങ്ങനെ വേണ്ടേ? നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നെ? ഞാനെന്താ മിണ്ടാനാ? എന്നാലും അപ്പു, തന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആ രാത്രിയില് താൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ഇവിടെ കടത്തിക്കൊണ്ടുവന്നത്? അതിന് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഡോക്ടറോട് ആരാ പറഞ്ഞേ? അപ്പോ ഈ ക്രൈമിൽ ഇനിയും കൂട്ടുപ്രതി ഉണ്ടെന്നാണോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് വെറുതെ. ഞാൻ നോക്കിയിട്ട് അതിനുള്ള സാധ്യതയൊന്നുമില്ല. അത് ഡോക്ടറിന്റെ വിശ്വാസമല്ലേ? എന്നാലും സന്ദർഭത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു. അതാരാ അങ്ങനെ ഒരാള്? ആരാ മാളു? ഹലോ, എന്താണ് എല്ലാരും കൂടെ തിരക്കിട്ടൊരു ചർച്ച? സംശയിക്കണ്ട, ഡോക്ടർ അന്വേഷിച്ച കൂട്ടുപ്രതിയാ ഇതായി നിൽക്കുന്നത്. നന്ദൻ സാറോ? അതെ, നന്ദൻ സാറ് തന്നെ. എന്ത് ചെയ്യാൻ ഡോക്ടർ, രാത്രിയിൽ ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെന്ന് അപ്പു എന്നെ വിളിച്ചു പറഞ്ഞപ്പോ വിലക്കാൻ ഞാൻ ആവുന്നു നോക്കിയതാ. പക്ഷേ പറഞ്ഞ വാക്കിൽ നിന്ന് മാണുവിടെ വ്യതിചലിക്കാത്ത ഈ പുരുഷ കേസിനെ കൊണ്ട് അന്ന് മുതലുള്ള എന്റെ ഉറക്കം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിയമം അറിയാവുന്ന ഒരാൾക്ക് നിയമലംഘനത്തിന് കൂട്ടുവെക്കേണ്ടി വന്നു. ആ വീടിന്റെ മുക്കുമൂലയും നന്നായി അറിയാവുന്നതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് ഒരുങ്ങിയത്. മാളുവിന്റെ മുറിയില് മുത്തശ്ശി കൂട്ടുകിടക്കുന്നുണ്ടാവുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ ഉണ്ടായില്ല. മാളുവിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. വേണ്ടെന്നൊക്കെ ഇവളെ ഒരുപാട് വിലക്കിയതാ. പക്ഷെ കൂടെ വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും മിണ്ടില്ലെന്ന് ഇവളോടൊരു ഭീഷണി അങ്ങ് മുഴക്കി. അപ്പൊ തന്നെ ആള് കീഴടങ്ങി. ശേഷമല്ലാം ദേ വക്കീൽ സാറിന്റെ ഏർപ്പാടില്ല കാര്യങ്ങൾ നടന്ന്. അത് ശരി. അപ്പോ നന്ദസാറിനും ഈ രക്തത്തിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ടായിരുന്നല്ലേ? സോറി ജോബിൻ, ഇവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് എനിക്ക് ഇവരെ സഹായിക്കേണ്ടി വന്നു. പിന്നെ ഡോക്ടർ ജയദേവൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഡോക്ടർക്കും കാര്യം മനസ്സിലായി. ഒരു അജ്ഞാതവാസം കൊണ്ട് മാളുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാമെന്നൊരു ആത്മവിശ്വാസം എനിക്കും അപ്പൂനുണ്ടായിരുന്നു. അതിപ്പോ ഫലം കണ്ടു എന്ന് വേണം പറയാൻ, അല്ലേ മാളു? എന്താ ഡോക്ടറിന് ഇപ്പോ ഇവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയോ? അതാണല്ലോ ആദ്യം അറിയേണ്ടത്. ഐ എം സോറി സർ. ഓക്കെ, ഞാൻ കാരണോ? നോ ജോബിൻ, അങ്ങനെ തന്നെ മാത്രം ഇതിൽ കാരണക്കാരനാക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. എനിവേ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുപോട്ടെ, എന്തായി? നിങ്ങൾ തമ്മിൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയോ? അതാണ് എനിക്കറിയേണ്ടത്. പറമോളൂ, ഇനിയിപ്പോൾ ഡോക്ടറിന്റെ പേരിൽ സംശയങ്ങളോ ആരോപണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ. എല്ലാം ഇവിടെ വെച്ച് പറഞ്ഞ് കോംപ്രമൈസ് ആക്കണം, അല്ലേ അപ്പോ? അക്കാര്യത്തിൽ നന്ദൻ സാർ പേടിക്കണ്ട. ഇപ്പൊ അവരൊന്നായി. ഈ സാഹസമൊക്കെ ചെയ്ത നമ്മൾ ഔട്ട്സൈഡേഴ്സ്. എന്നാലും വേണ്ടില്ല, രണ്ടുപേരുടെയും തെറ്റിദ്ധാരണകളൊക്കെ മാറിയല്ലോ. ജോബിൻ, ഒരു പുതിയ ലൈഫിന് ഇവിടുന്ന് താൻ തുടക്കം കുറിക്കണം. മാളുവിന്റെ നന്മകളെയല്ല, എല്ലാ പോരായ്മകളോടും കൂടി അവൾ സ്വീകരിക്കണം. തിരിച്ചു മാളുവിനോടും എനിക്കതേ പറയാനുള്ളൂ. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. ഞങ്ങളുടെ പഴയ ജീവിതം തിരിച്ചു തന്നതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലാ മതിയാവുക? നന്ദി പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാനൊന്നും വിചാരിക്കണ്ട. തിരിച്ചു ചെല്ലുമ്പോ പ്രതിസ്ഥാനത്ത് നിന്ന് ഞങ്ങളെ ഒഴിവാക്കി കിട്ടണം. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ ജോബിനാ, അല്ലേ നന്ദൻ സർ? പിന്നെ നമുക്ക് വേണ്ടി അയാള് ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അക്കാര്യം ഞാൻ ഏറ്റു. അപ്പോ ആദ്യം എങ്ങോട്ടാ യാത്ര? ആദ്യം ഇവര് ഡേയ്സാൻഡി പോയി ഒന്ന് കാണട്ടെ, അതാ വേണ്ടത്. ശരിയപ്പോ നവദമ്പതികൾ ആഘോഷമായിട്ട് വീട്ടിലേക്ക് വിട്ടോളൂ. അല്ല, അപ്പൊ നിങ്ങൾ കൂടെ വരുന്നില്ലേ? ഇല്ല, ഞങ്ങൾക്ക് അതിനു മുമ്പ് കുറച്ച് പണിയുണ്ട്, അല്ലേ അപ്പോ? റെഡിയാക്കുള്ളൂ. എല്ലാരും എത്തിയല്ലോ. അപ്പൊ ഇവിടുത്തെ ഒളിവ് യുദ്ധം അവസാനിച്ചു അല്ലേ? യെസ് ഡോക്ടർ. ഇത്ര സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഒരു പുതിയ യാത്ര ആരംഭിക്കാൻ അവസരം ഒരുക്കിയത് ഡോക്ടറാണ്. ഡോക്ടറോടുള്ള ഈ സ്നേഹം നന്ദി പറഞ്ഞ് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അത് തന്നെ എനിക്കും വേണ്ടത്. ഞാനൊരു കേക്ക് വരുത്തിയിട്ടുണ്ട്.
അത് മുറിച്ച് നമുക്ക് ഈ ഒരു റീയൂണിയൻ സെലിബ്രേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാവാ യാത്ര. യെസ്, അതൊരു നല്ല കാര്യമാണ്. ആ, എല്ലാവരും വരൂ. വാ. അശോകൻ സാർ വരുമ്പോ കേസ് 16-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കണേ രാധാകൃഷ്ണ. തീർച്ചയായിട്ടും സാർ അന്ന് കോടതിയിലുണ്ടാവാൻ പറയണം. ഇല്ലില്ല, അത് ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ അശോകൻ സാർ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാലും മതി. ശരി. എക്സ്ക്യൂസ് മീ. ഡോക്ടറോ? എന്താ ഈ വഴിക്ക്? പേടിക്കണ്ട, ഞാൻ വക്കീലിന്റെ സമയം കൊല്ലാൻ വന്നതൊന്നുമല്ല. ഇനി അല്പം സമയം കൊന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിന്ന് അല്പം ഫ്രീയാ. ഇരിക്ക. വെറുതെ ഈ വഴിക്ക് പോയപ്പോ കയറിയതല്ലെന്ന് മനസ്സിലായി. പറ, അലീന എവിടെ പോയിട്ട് വരുന്നു? ഞാൻ നമ്മുടെ ഡോക്ടറിന്റെ വീട് വരെ ഒന്ന് പോയതാ. ഡോക്ടറുടെ വീട് വരെയോ? ഏത് ഡോക്ടറുടെ? ഞാനുമായി സൗഹൃദമുള്ള ഏതൊക്കെ ഡോക്ടർമാരെ വക്കീലിന് അറിയാം? നമ്മള് രണ്ടിന്റെയും കോമൺ ഫ്രണ്ടായി ഒരു ഡോക്ടറേ ഉള്ളൂ. അത് ഡോക്ടർ ജോബിനാ. എങ്കിൽ സംശയിക്കണ്ട. ടിയാന്റെ വീട് വരെ പോയിട്ടാ ഞാൻ വരുന്നത്. ജോബിന്റെ വീട്ടിലോ? എന്താ വിശേഷിച്ച്? ആകെ മൊത്തം വിശേഷമാണല്ലോ. ഡോക്ടറും ഫാമിലിയും ഇവിടുന്ന് കൂടും കുടുക്കിയെടുത്ത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യല്ലേ. അപ്പൊ മാന്യമായിട്ട് ഒരു സെൻഡ് ഓഫ് കൊടുക്കാന്ന് വിചാരിച്ചു പോയതാ. ബട്ട് മൈ ബാഡ് ലക്ക്, മിസ്റ്റർ റോമിയോ അവിടെ ഇല്ലായിരുന്നു. ഒരു കണക്കിന് നന്നായി. ഭാവി അമ്മായിയമ്മയുടെ മുന്നില് ഗംഭീരമായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടാ ഞാൻ പോകുന്നത്. ഭാവി അമ്മായിയമ്മയോ? അലീന എന്തൊക്കെയായി പറയുന്നത്? യെസ്, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ അമ്മയെ അമ്മായിയമ്മ, അമ്മായിന്നൊക്കെയല്ലേ നമ്മളെ വിളിക്കാറ്. അതുകൊണ്ടാണ് മിസ്സസ് ഡെയ്സി അലക്സിനെ ഞാൻ അങ്ങനെ വിശേഷിപ്പിച്ചത്. എന്റെ ഡോക്ടറെ, ഇനിയെങ്കിലും ആ പാവത്തിനൊന്ന് വെറുതെ വിട്ടൂടെ? വെറുതെ വിടാനോ? അവനെയോ? അങ്ങനെ വെറുതെ വിടാനാണോ വക്കീലെ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ? ഇപ്പൊ ഡോക്ടറുടെ കെട്ടിയോൾക്ക് ടെമ്പററി ആയിട്ടാണെങ്കിലും ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയ സ്ഥിതിക്ക് എന്റെ പാവം ചെറുക്കൻ ഒറ്റയ്ക്കായി പോവില്ലേ? ഇനിയിപ്പൊ ഞാനായിട്ട് അവനെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനൊരു ജീവിതം കൊടുക്കാനായി ഞാൻ സെറ്റായി നിൽക്കുവെന്ന് ടീച്ചറമ്മയെ അറിയിച്ചിട്ടുള്ള വരവാ ഇത്. ഓ, തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അലീന. ഇത്രയും തൊലിക്കെട്ടിയുള്ള ഒരു പെണ്ണിനെ എന്റെ ഇതുവരെയുള്ള ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടേയില്ല. ഇനി അങ്ങോട്ട് കാണാനും ചാൻസ് തീരെ കുറവാ. യെസ്, അതാണ് അലീന, ദ വൺ ആൻഡ് ഓൺലി റെയർ സ്പെസിമെൻ ഇൻ ദ വേൾഡ്. മമ്മിയും മോനും താമസം മാറി പോകുന്നതിന് മുൻപ് ഒരവസാന ശ്രമം കൂടി നടത്തി നോക്കിയതാ ഞാൻ. അത് മിക്കവാറും സക്സസ് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വക്കീലെന്നൊന്നും ഞാൻ പറയില്ല. വക്കീല് പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം ഇക്കാര്യത്തിലെ അലീനയുടെ പക്ഷത്താ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒളിച്ചോടിപ്പോയവരെ കുറിച്ച് വക്കീലിന് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടണമെന്ന് താല്പര്യമില്ല. ആ അധ്യായം അങ്ങനെ ക്ലോസ് ആയെന്ന് വിചാരിക്കാനാ എനിക്കിഷ്ടം. യെസ്, അങ്ങനെ വിചാരിക്കുന്നതാ എല്ലാവർക്കും ഒരു സൗകര്യം. അഥവാ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാ നമ്മളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ വക്കീലെ. അതനുസരിച്ച് എനിക്കൊന്ന് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാ. അലീന, ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് തനിക്കറിയാലോ. അതുകൊണ്ട് പ്ലീസ്, ഒന്നുകിൽ നമുക്ക് സബ്ജക്റ്റ് മാറ്റാം, അല്ലെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്. വക്കീലിനെ ഞാൻ കൂടുതൽ കത്തിവെച്ച് കൊല്ലുന്നില്ല. ഒഴിവായി തരണമെന്ന് മാന്യമായിട്ട് പറയാൻ തോന്നിയല്ലോ, അത്രയും സന്തോഷം. വൈകിട്ട് എങ്ങനെയാ? വക്കീല് ഫ്രീ ആണോ? എന്താ കാര്യം? അല്ല, പ്രൊപ്പോസൽ ഒഫീഷ്യലാക്കിയതിന്റെ വക ഒരു ട്രീറ്റ് നടത്താന്ന് വിചാരിക്കുക. കൂടുന്നുണ്ടോ? അയ്യോ, ഞാനില്ല ഡോക്ടറെ, നമ്മളെ വിട്ടേക്ക്. ശരിയപ്പോ വൈകിട്ട് കാണാം. ഓക്കേ. മാളു, എന്താ താൻ ആലോചിക്കുന്നത്? വീട്ടുകാരെ ഫേസ് ചെയ്യാൻ തനിക്ക് ടെൻഷനുണ്ടോ? താൻ പേടിക്കണ്ട. അവരോടൊക്കെ കാര്യങ്ങൾ ഞാനായിട്ട് ഡീറ്റെയിൽ ചെയ്തോളാം. യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തൻ്റെ വീട്ടിലേക്ക് പോവാം, അല്ലേ? അത് വേണ്ട ഡോക്ടർ. പിന്നെ പിന്നെ എവിടേക്കാ പോകുന്നത്? എനിക്ക് ഡെയ്സി ആൻറ്റി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആൻറ്റിക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവിടേക്ക് ആദ്യം പോവാം. താനുമായി ചെല്ലുന്നതിന് മമ്മി ഇഷ്ടക്കേട് കാണിക്കുന്ന എന്തിന്? മമ്മിക്കത് ഇഷ്ടാവേ ഉള്ളൂ. എന്നാലും ഡോക്ടർ ആൻറ്റി ഒന്ന് വിളിക്കണം.
ആന്റിക്ക് സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. താനൊന്ന് കൂളാവും മാളു. മമ്മിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. മാത്രമല്ല ഇപ്പം വിളിച്ചു പറഞ്ഞ് വെറുതെ ഒരു സർപ്രൈസിന്റെ സാധ്യത കൂടി നമുക്ക് കളയണ്ട. നമുക്കങ്ങോട്ട് പോന്നേ. പിന്നൊരു കാര്യം, അവിടെ ഇപ്പോഴത്തെ ഈ മുഖമായിട്ട് ചെന്നാലേ മമ്മിക്ക് കൂടുതൽ വിഷമാവത്തേ ഉള്ളൂ. നല്ല ഹാപ്പി ആയിട്ട് വേണം നമുക്ക് മമ്മിയെ ഫേസ് ചെയ്യാൻ, കേട്ടോ? അതിനെനിക്ക് കഴിയോ ഡോക്ടർ? അത് തനിക്ക് കഴിയണം. എന്തിനാ മാളു താനിങ്ങനെ ഭയപ്പെടുന്നേ? ഞാനില്ലേ തന്റെ കൂടെ. അല്ല, VP ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരത്തെ വന്നോ? അതെ. അതെന്ത് പറ്റി? അത് പറയാം. ഇന്ന് താനും നേരത്തെയാണല്ലോ, എന്തു പറ്റി? അതൊരു സംഭവം ഉണ്ടായി VP. ഞാൻ പാർലറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദൻ എന്നെ വിളിച്ചിരുന്നു. മാഡം ഉച്ച കഴിഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നേരെ വീട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. ഞാൻ കാര്യം അന്വേഷിച്ചപ്പോൾ തെളിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ എന്തോ സർപ്രൈസ് എനിക്ക് വേണ്ടി റെഡിയാണെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. അയാൾ ഇതുപോലെ എന്നെയും വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ ഈവനിങ് സെഷനിലെ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പോ നന്ദൻ കാര്യം എന്താണെന്ന് VPയോടും പറഞ്ഞില്ലേ? ഇല്ലെന്നേ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മുൾമുനയിൽ നിർത്തി അയാൾ എന്തിനാണോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്? നിളയും കൂട്ടി നന്ദൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോ നമ്മളെയൊക്കെ കണ്ട് യാത്ര പറയാനാവും നന്ദൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. ഏയ്, അതിനിങ്ങനെ വളഞ്ഞു വിട്ടേണ്ട ആവശ്യമുണ്ടോ ഗീത? അതോ അയാളെ പോലൊരാള് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയാവും നന്ദൻ ഇങ്ങനെ പറഞ്ഞത്. മറ്റെന്ത് കാര്യം? ഇനി ചിലപ്പോ അപ്പുവിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല ഗീത. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിനിത്ര ഇൻട്രോയുടെയും ബിൽഡപ്പിന്റെയും കാര്യമൊന്നുമില്ലല്ലോ. ഇത് മറ്റെന്തോ കാര്യമാണ്. നമുക്ക് നന്ദനെ ഒന്ന് വിളിച്ചാലോ? ഞാൻ വിളിച്ചോന്നേ. ഞാനിവിടെ എത്തിയ കാര്യം അയാളെ വിളിച്ച് പറഞ്ഞിരുന്നു. അന്നേരം നന്ദൻ എന്താ പറഞ്ഞേ? ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം, വേറെ അങ്ങോട്ട് പോകരുതെന്ന്. പക്ഷെ തൻ്റെ അടുത്ത് ഇതുപോലൊരു കോൾ ചെയ്ത കാര്യം അയാൾ എന്നിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ. അതെന്താണോ അയാൾ മറച്ചു വെച്ചത്? അയാളെ സംബന്ധിച്ച് ഇത് മൊത്തത്തിലൊരു സർപ്രൈസ് ഡീലായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളോടൊന്നും ഡീറ്റെയിൽ ചെയ്യാത്തത്. എനിവേ, എന്തായാലും നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഒരു ചായ ഉണ്ടാക്കാം. താൻ പോയി ഒന്ന് ഫ്രഷായി വാ. അപ്പോഴേക്കും ഞാൻ വേണമെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാം. ഫ്രഷ് ആകുന്നതൊക്കെ പിന്നെ. ആദ്യം നന്ദൻ എന്ത് സർപ്രൈസാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാം. അത് കഴിഞ്ഞ് മതി. തൽക്കാലം ഞാൻ ചായ ഉണ്ടാക്കാം. നന്ദനും കൊടുക്കണമല്ലോ. എന്താ മിസ്റ്റർ അപ്പു, വളരെ സീരിയസ് ആയിട്ടൊരു ആലോചന? അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ഫേസ് ചെയ്യും എന്നതിനെ കുറിച്ച് ആലോചിച്ചാണോ? ഓഫ് കോഴ്സ് സർ. സാർ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റേജ് എങ്ങനെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രയ്ക്ക് ക്രൂഷ്യൽ അത്. അപ്പുവിന് ടെൻഷനുണ്ടോ? ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് സർ. പക്ഷെ അത് എൻ്റെ കാര്യം ഓർത്തല്ല. എൻ്റെ കാര്യത്തിൽ VP അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഒരു പരിധിവരെ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ മാളുവിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എന്തിനു വേണ്ടിയാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ അവളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കൂട്ടുപ്രതി ഞാനായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ മാറി നിൽക്കലിന് മറ്റൊരു ഫ്ലേവർ ആയിരിക്കും അവരുടെയൊക്കെ മനസ്സിൽ. ആയിരിക്കുമെന്നല്ല, അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാ അപ്പോൾ ഇങ്ങനൊരു സജഷൻ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ ഞാനൊന്ന് നിരുത്സാഹപ്പെടുത്തിയത്. എനിക്കത് മനസ്സിലാവും സർ. പക്ഷേ ഞാൻ ചെയ്തു തന്നെയാണ് ശരിയെന്ന് എപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമാവാതിരിക്കില്ല. ആ ഒരൊറ്റ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി ഈ കാര്യത്തിൽ ഞാൻ തനിക്ക് കൈതന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, മാളുവും ജോബിനും ആദ്യം ഡെയ്സി മാഡത്തിനെ കാണാൻ പോയത് എന്തുകൊണ്ടും ബുദ്ധിപൂർവ്വം എടുത്തൊരു തീരുമാനമാണ്.
മാളുവിനെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. ഈ കാര്യത്തിൽ ജോബിനും മാളുവിനും ഡെയ്സി മാഡത്തിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ജോബിനും അയാളുടെ അമ്മയും മാളുവിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാകുന്നതോടുകൂടി മാളുവിന്റെ പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിന് കാര്യമായ പ്രസക്തി ഇല്ലാതാവും. അതൊരു കണക്കിന് മാളുവിന് മാത്രമല്ല അപ്പൂനും ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ സർ, എന്റെ കാര്യത്തിൽ എനിക്ക് ഭയമോ ആശങ്കയോ ഒന്നുമില്ല. ആകെ ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യതയുള്ളത് BP-യിൽ നിന്ന് മാത്രമായിരിക്കും. പക്ഷേ ഞാൻ ചെയ്തതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് എന്റെ അമ്മയ്ക്ക് വളരെ വേഗം മനസ്സിലാവും. അമ്മ കൺവിൻസ്ഡ് ആവുന്നതോടുകൂടി BP-യും റിയാലിറ്റി ഉൾക്കൊള്ളാൻ തയ്യാറാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാ ആകെയുള്ള എന്റെ ധൈര്യവും. നിങ്ങളുടെ ഈ പ്രവൃത്തിയെ അതിൻ്റെതായ സ്പിരിറ്റിൽ ജോബിന് ഉൾക്കൊള്ളാൻ തയ്യാറായതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ ആദ്യം കരുതിയത് ജോബിനെ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാ. അങ്ങനെ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ മാളുവിലുള്ള വിശ്വാസമാവാം ഡോക്ടർ ഇതുമായി വേഗം പൊരുത്തപ്പെട്ടത്. മാത്രമല്ല, മാളുവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഡോക്ടർ ജോബിന് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതവർക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ മിഷൻ ഒരു സക്സസ് ആണെന്ന് പറയാം, അല്ലേ? പിന്നെ എന്തിനാണ് അപ്പുണ്ണി ടെൻഷൻ? എന്താണെന്ന് ചോദിച്ചാ അതിന്റെ കാരണം പറയാൻ എനിക്കറിയില്ല. പക്ഷേ അകാരണമായൊരു ഭയം എനിക്ക് തോന്നുന്നുണ്ട് സർ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പു. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്യുക. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും ഫേസ് ചെയ്യുക. ഇപ്പോ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. എന്താ അപ്പു, ഇപ്പോൾ ഓക്കെ അല്ലേ? നന്ദൻ സാറിന് വാദിക്കാൻ മാത്രമല്ല, VP പോലെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും അറിയാം. ഞാൻ ഓക്കെയാണ് സർ. എങ്കിൽ പിന്നെ നമുക്ക് പോവാലോ. കുടിക്ക. അല്ലടേ സുമോ, ഇതുവരെ കഴിഞ്ഞില്ലയോ നിന്റെ കെട്ടിപ്പറക്കലോ അടുക്കി വയ്ക്കലോ ഒന്നും? ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നോ? നേരെ ഇത്ര ആയില്ലയോ? നേരം എത്രയായാലും ജോബിൻ വന്നിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ അമ്മച്ചി. അപ്പോഴേക്കും ഞാൻ തീർത്താ പോരെ? ദേ വരുന്നു എന്നും പറഞ്ഞ് പോയ ചെറുക്കനാ. ഇതിപ്പോ അവനെയും കാണാനില്ലല്ലോ. എന്നതാ അവൻ ഇത്ര താമസിക്കുന്നേ? അവൻ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ കണ്ട് യാത്ര പറയാൻ വേണ്ടി പോയതായിരിക്കും. ഇതാ നിങ്ങൾ അമ്മച്ചിയുടെയും മോന്റെയും കുഴപ്പം. എല്ലാം മൂക്കേ മുട്ടുന്ന നേരത്താ. ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഇവിടുന്ന് പോകുന്ന ഇന്നാണെന്ന് അവൻ ഇന്നലെയല്ലേ നമ്മളോട് പറഞ്ഞത്. 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഈ പെടാപ്പാട് വല്ലതും ഉണ്ടായിരുന്നോ? അതുകൊണ്ടിപ്പോ എന്താ കുഴപ്പം പറ്റിയത് അമ്മച്ചി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പോകാൻ നേരത്തുള്ള വെപ്രാളവും വലിച്ചു പറിക്കലും ഒന്നും എനിക്ക് തീരെ പറ്റുകയില്ല കേട്ടോ. ദേ, ഇന്നലെ പോകുന്ന കാര്യം ജോക്കുട്ടൻ തീർച്ചപ്പെടുത്തിയപ്പോഴേ ഞാൻ എന്റെ കെട്ടും പാണ്ടും ഒക്കെ മുറുക്കി വെച്ചിരിക്കുക. അവൻ വന്നാ ആ നിമിഷം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ആഹാ, ഇവിടുന്ന് പോകുന്ന കാര്യം കേട്ടപ്പോഴേ അമ്മച്ചി ഭയങ്കര ആവേശത്തിലാണല്ലോ. അതെന്നെ, അതിനൊരു സംശയവും വേണ്ട. എന്റെ ഡേസമ്മോ, നിന്നോടുള്ള കാര്യം പറയാമല്ലോ. ഈ നാട്ടിലെ പൊറുതി ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ അവസാനിപ്പിക്കുന്നതാ നല്ലത്. ഇവിടെ വന്ന് കേറിയുടെ മുതലേ എനിക്ക് ഈ സ്ഥലം അത്ര പന്തിയായിട്ട് തോന്നിയില്ല. ആകെ ഒരു എരണംകെട്ട ലക്ഷണം വന്നേ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അത് തോന്നിയാലല്ലോ. നീയും അതെ, നിന്റെ മോനും അതെ. എത്ര അനുഭവം ദൈവം തമ്പുരാൻ കാണിച്ചു തന്നാലും രണ്ടും പഠിക്കുകയില്ല. അല്ല ഡേസമ്മോ, അവൻ എങ്ങോട്ടാ പോയതെന്നും അല്ല നിന്നോട് പറഞ്ഞു? എന്റെ അടുത്ത് അവൻ എന്താ പറഞ്ഞിട്ട് പോയതെന്ന് അമ്മച്ചിയും കേട്ടതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? എന്റെ ബലമായ സംശയം ഇവിടെ വന്ന പെങ്കൊച്ച് അവനെ ചിലപ്പോ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവുമെന്നാ. അങ്ങനെ അവര് തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടായിരിക്കും താമസിക്കുന്നത്.